കൂടി നമുക്ക് സ്വീകരിക്കാം. ഒന്നാമത്തെ ചെയറിന് പകരം എട്ടാമതായി വന്നു. ദൈവനിയോഗമായിരിക്കാം, എന്തായാലും നല്ല കാര്യം. ഈ സർവകലാശാലക്ക് തന്നെ വേണമെങ്കിൽ CHൻ്റെ പേരിടാവുന്നതാണ്. ഇടണം എന്നല്ല ഞാൻ പറയുന്നത്, അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് സ്ഥാപിച്ച ലക്ഷ്യങ്ങളുടെ സാക്ഷാത്കാരത്തിന് വേണ്ടി പുതിയ VCയും നേതൃത്വം നൽകുന്ന ആളുകളും പരിശ്രമിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. CH ചെയർ സാംസ്കാരികമായ ഒരു മേധാവിത്വം തന്നെ പുലർത്തുന്ന ഒരു മഹത്തായ സ്ഥാപനമായി ഉയരും എന്ന് ഞാൻ കരുതുകയാണ്. കായികമായ മേധാവിത്വത്തിന് വേണ്ടിയുള്ള മത്സരങ്ങൾ നടക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. ഒരു ഫിസിക്കൽ ഡൊമിനിയൻ ആർക്കാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണ് സർവകലാശാലയിൽ എല്ലാവരും മത്സരിക്കുന്നത് എന്ന ഒരു ഖേദകരമായ യാഥാർത്ഥ്യമുണ്ട്. ഇൻ്റലക്ച്വൽ കാലിബർ ആർക്കാണ്, ഇൻ്റലക്ച്വൽ ഡൊമിനിയൻ ആർക്കാണ് എന്ന വിഷയത്തിൽ മത്സരിപ്പിക്കുവാൻ പുതിയ VCയും CH ചെയറിൻ്റെ അധികൃതരും പരിശ്രമിക്കണം എന്നാണ് എൻ്റെ വിനീതമായ അപേക്ഷ. പിന്നെ ഈ ഡെവലപ്പിംഗ് സൊസൈറ്റീസിനെ കുറിച്ചുള്ള വിഷയമാണ് പ്രധാനമായും CH ചെയർ പഠന വിധേയമാക്കുന്നതെന്ന് പറഞ്ഞു. നല്ല കാര്യം. ജീനുകളിൽ, കോശങ്ങളിൽ ഗവേഷണം നടത്തുന്ന ഒരു ജീനോം സ്റ്റഡീസ് സെൻ്ററായി ഇത് മാറ്റാം, അല്ലെങ്കിൽ അതുകൂടി പ്രയോജനപ്പെടുത്താം. നാനോ ടെക്നോളജിയെ പോലുള്ള പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യാരംഗത്ത് ഗവേഷണം നടത്താം. അതൊക്കെ വളരെയേറെ ഇനിയും സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ചില കാര്യങ്ങൾ. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ മിനിസ്റ്റർ കൂടിയായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് പറയാം, ഇൻഫർമേഷൻ ടെക്നോളജി ഇത്രയേറെ ലോകത്ത് ഡെവലപ്പ് ചെയ്തൊരു കാലത്ത് ഇവിടെ ടൈപ്പിസ്റ്റുകളെ അപ്പോയിൻ്റ് ചെയ്യുന്ന ഒരു നിർഭാഗ്യകരമായ സ്ഥിതി വന്നു. ഈ ടൈപ്പ് റൈറ്ററൊക്കെ ഇപ്പോൾ ആക്രി കച്ചവടക്കാർ എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. ഒരു സർവകലാശാലയിൽ ബുദ്ധിപരമായ നേതൃത്വം സമുദായത്തിനും സമൂഹത്തിനും നൽകേണ്ട പ്രദേശത്ത് ഇനി എന്തിനാണ് ടൈപ്പിസ്റ്റ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ടൈപ്പ് റൈറ്റർ ഇപ്പോൾ ഉണ്ടോ? ടൈപ്പിസ്റ്റുകൾക്ക് ജോലിയുണ്ടോ? അവർ കമ്പ്യൂട്ടർ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ കൊള്ളാം. 100-ലധികം ടൈപ്പിസ്റ്റുകൾ അടുത്ത കാലത്ത് ഇവിടെ നിയമിച്ചു എന്നാണ് എൻ്റെ അറിവ്. അത് എല്ലാ ഓഫീസുകളിൽ പോയാലും ടൈപ്പ് റൈറ്റർ ഏതായാലും നിങ്ങൾ വാങ്ങണ്ട, അത് എടുത്തുകൊണ്ട് വരാം. എല്ലാവരും ഉപേക്ഷിച്ച സാധനമായതുകൊണ്ട് ഇഷ്ടം പോലെ അത് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കൃഷി ഉൾപ്പെടെ എല്ലാം ഈ വരുന്ന ഒരു കാലഘട്ടത്തിൽ, ഡിജിറ്റൽ സംവിധാനത്തിൻ്റെ കാലഘട്ടത്തിൽ, ലോകം തന്നെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സുതാര്യ കേരളവും അതിവേഗവും ബഹുദൂരവും ഗവൺമെൻറ് സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പഴയതിലേക്ക് തിരിച്ചു പോവുകയില്ല, അതിൽ നിന്ന് അപ്പുറം ഒരു ഇഞ്ച് നടക്കാൻ സാധിച്ചിട്ടില്ല എന്ന നിർഭാഗ്യകരമായൊരവസ്ഥയാണ്. തിരിച്ചുപോക്കല്ല, അവിടെ തന്നെ ആയിരുന്നു, അവിടെ തന്നെ ആയിരിക്കും എന്ന പിടിവാശിയാണ്. അപ്പോൾ ഈ സർവകലാശാലയെ CH മുഹമ്മദ് കോയ സാഹിബ് 1968 സ്ഥാപിച്ചത് എത്ര ദീർഘവീക്ഷണത്തോടു കൂടിയാണ് നിങ്ങൾ ആലോചിച്ച് വയ്ക്കുക. ആ 1968 ഈ സർവകലാശാല പ്രവർത്തിച്ച രീതിയിൽ നിന്ന് മാറി ഒരു ഡെവലപ്പിംഗ് സൊസൈറ്റിയോടൊപ്പം ഈ കലാശാലയും നടക്കേണ്ടതുണ്ട്. അതിനെ നടത്തുവാൻ സാധിക്കുന്ന തരത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ ഇവിടെ വരണം. സർവകലാശാലയിൽ നിന്ന് പുറത്തു വരുന്നത് വലിയ സാഹിത്യകാരന്മാരും സാംസ്കാരിക നായകന്മാരും ശാസ്ത്രജ്ഞന്മാരും സാങ്കേതിക വിദഗ്ധന്മാരും ഒക്കെ ആയിരിക്കണം. ബഹിരാകാശ സഞ്ചാരികളും ഒക്കെ പുറത്തു വരേണ്ട ഒരു സ്ഥാപനമാണ് സർവകലാശാല എന്ന് പറഞ്ഞു. ഇവിടെ പുറത്തു വരുന്നത് ആരാണെന്ന് ഞാൻ ഈ ഒരു നല്ല സദസ്സിനെ ഞാൻ മോശമാക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സർവകലാശാലയിൽ നിന്നാണ് ഇതൊക്കെ ശരിക്കും വരേണ്ടത്. ഈ രാജ്യത്തിന് തന്നെ നേതൃത്വം കൊടുക്കണം. പിന്നെ 600 ഏക്കർ സ്ഥലം ഇവിടെ ഉണ്ട്. ഭാഗ്യവശാൽ അത് കാട് പിടിച്ച് കിടക്കുകയാണ്. അതൊരു പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമായി കിടക്കുന്നതല്ല, കാട് വെട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വലിയ 600 ഏക്കർ സ്ഥലം കാട് പിടിച്ച് കിടക്കുകയാണ്. അവിടെ VC പറഞ്ഞതുപോലെ കോൺസ്പിക്വസ് ആയിട്ടുള്ളൊരു സ്ഥലത്ത്, കാണപ്പെടാവുന്ന സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് വേറെ പലതുമാണ്. അപ്പോൾ ഈ കാണപ്പെടുന്ന സ്ഥലത്ത് നാഷണൽ ഹൈവേയുടെ ഓരത്ത് CHൻ്റെ നാമധേയത്തിൽ അതിമനോഹരമായ ഒരു സ്ഥാപനം, മനോഹരം എന്ന് പറഞ്ഞാൽ ഭൗതികമായി മാത്രമല്ല ബുദ്ധിപരമായും മനോഹരമായൊരു സ്ഥാപനം ഉയർന്നു വരട്ടെ. അതിന് 10 ഏക്കർ സ്ഥലം യൂണിവേഴ്സിറ്റി കൊടുക്കണം എന്ന് ഞാൻ VCയോട് ആവശ്യപ്പെടുകയാണ്.
ഞാൻ വേറെ കുറേ സ്ഥലങ്ങളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ലാത്തതാണ്. ഇവിടെ ബസ് സ്റ്റാൻഡില്ല, ഒരു സൗകര്യങ്ങളൊന്നുമില്ല. 2000 ആൾക്കാർ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സാണ്. വള്ളിക്കുന്നൊരു പുതിയ മണ്ഡലമാണ്. എനിക്ക് ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ അതിൻ്റെ വിധേയത്വം നിർവഹിക്കുന്നതിൽ ഒരു പങ്ക് കിട്ടിയതിൽ ഞാൻ സന്തുഷ്ടനാണ്. അപ്പോൾ ഇവിടെ ഇല്ലാത്ത ഒരുപാട് സംഗതികളുണ്ട്. അപ്പോൾ ആ വക സംഗതികൾക്കൊക്കെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് നൽകി ഈ CH ചെയർ എന്ന് പറയുന്ന വെറും ഒരു ചെയറല്ലാതെ ബുദ്ധിപരമായ അധ്വാനത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും നൂതനമായ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെയും വികാസത്തോടൊപ്പം സമുദായത്തെയും സമൂഹത്തെയും മുന്നോട്ട് നയിക്കുവാൻ പ്രാപ്തിയുള്ളൊരു മഹാസ്ഥാപനമായി മാറട്ടെ. അതിനെല്ലാ സഹകരണവും വാഗ്ദാനം ചെയ്ത് ആശംസകളോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. കൂടുതൽ സംസാരിക്കുന്നില്ല, എല്ലാവരും പറഞ്ഞു. അവസാനം ഞാൻ പറയാൻ വിചാരിച്ചത് എന്നെ കാതറും പറഞ്ഞു. ഈ MG യൂണിവേഴ്സിറ്റി എന്നുണ്ട് MK യൂണിവേഴ്സിറ്റി ആകാം, അല്ലെങ്കിൽ CH യൂണിവേഴ്സിറ്റി ആകാം എന്നായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. അതിന് മുമ്പ് അയാൾ കടന്ന് പറഞ്ഞു വേണം. അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. വേണമെന്ന് വിചാരിച്ചെങ്കിൽ ഇനിയും ആക്കാം. കൊല്ലം കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും തെറ്റുകൾ നമുക്ക് തിരുത്താം. അതുകൊണ്ട് അത് കാര്യം നമ്മുടെ സിൻഡിക്കേറ്റും ഗവൺമെൻറ്റൊക്കെ ഒരു പോസിറ്റീവായി എടുക്കുമെന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും. എല്ലാവിധ ആശംസ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദരണീയരായ നേതാക്കളെ, 1 മിനിറ്റ് സംസാരിക്കാനാണ് പറഞ്ഞത്. അത്രേ സംസാരിക്കുന്നുള്ളൂ. CH പ്രവാസികളോട് പറഞ്ഞത്, നിങ്ങൾ വലിയ വീടുകൾ കെട്ടി നിങ്ങളുടെ പൈസ നശിപ്പിക്കരുത്. അൺപ്രൊഡക്റ്റീവ് യൂസാണത്. നിങ്ങൾ മക്കളെ അഭ്യസിപ്പിക്കണം. പ്രവാസികളോട് പറഞ്ഞ വാക്കുകളാണ്. ഇവിടെ റിസർച്ച് നടത്തണമെന്ന് പറഞ്ഞു. നാനോ ടെക്നോളജിയും ജനോം ടെക്നോളജിയും അല്ല. പക്ഷേ ഞാൻ പറയുന്നത് ഈ വിശാലമായ 10 ഏക്കർ സ്ഥല അതിലുള്ള റിസർച്ച്, അവിടെ ഈ പദ്ധതി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രത്തിലെയും കേരളത്തിലെയും വിദ്യാഭ്യാസ മന്ത്രിമാരുടെയും സഹായത്തിൽ വരികയാണെങ്കിൽ, വലിയ വിശാലമായ ഒരു കോംപ്ലക്സ് ഇവിടെ വരികയാണെങ്കിൽ അതിലേക്ക് 1 കോടി രൂപ ഞാൻ തരാൻ തയ്യാറെന്ന് ഞാൻ പറയണം. പക്ഷേ റിസർച്ച് നടത്തേണ്ടത് എന്താ വിഷയമാണെന്ന് നമ്മൾ ആലോചിക്കണം. കുറേ നാളുകളായി സ്വർണത്തിൻ്റെ വില ഇവിടെ കൂടിക്കൊണ്ട് പോവുകയാണ്. എന്താണിതിൻ്റെ കാരണം? വാസ്തവത്തിൽ റിസർച്ച് നടത്തേണ്ട അവിടെയാണ്. യൂറോപ്പിൽ ഏകദേശം 30ഓളം രാജ്യങ്ങളുണ്ട്. അവിടെ സോവറിൻ ഡെറ്റ് ഫെയിലാവുകയാണ്. 6000 വർഷം പഴക്കമുള്ള ഗ്രീക്ക് സംസ്കാരം ആ രാജ്യം ഇഷ്യൂ ചെയ്ത് ബോണ്ടിനെ റീപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. എന്താണ് ഇതിൻ്റെയൊക്കെ കാരണമെന്ന്? 30 രാജ്യങ്ങൾ കൂടി അതിനെ സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. യൂറോപ്പിലെ ഏറ്റവും ധനാഢ്യരായ ജർമ്മനിക്ക് പോലും ആശങ്കയുണ്ട്, ഞങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്താൽ ഞങ്ങളെല്ലാം പാപ്പാരായി പോകുന്നു. എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു? ഞാൻ പറയുന്നത് മോറൽ ഡീക്കേ, കൾച്ചറൽ ഡീക്കേ, അവിടെയാണ് അത് സംഭവിച്ചത്. അങ്ങനെ വന്ന് അവിടെ ഇതില്ല, ഫാമിലി സെറ്റപ്പില്ല, കുടുംബമില്ല, കപ്പിൾസാണ്. ഇതിലേക്കാണ് നമ്മൾ റിസർച്ച് പോകേണ്ടത്. നമ്മുടെ നാട് ആ സംസ്കാരത്തെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ നമ്മുടെ കുട്ടികൾ, വിദ്യാഭ്യാസമുള്ള നമ്മുടെ കുട്ടികൾ നശിച്ചു പോവും. നമ്മുടെ സംസ്കാരം, ഇന്ത്യൻ സംസ്കാരം, മറ്റുള്ള ഇവിടെയുള്ള സംസ്കാരങ്ങൾ, അതിനെ നിലനിർത്തണം. കുട്ടികൾക്ക് ആ സംസ്കാരം ഉണ്ടാവണം. വെസ്റ്റേൺ ടെക്നോളജി പക്ഷേ ഇന്ത്യൻ കൾച്ചർ, ഇതാണ് നമുക്ക് വേണ്ടത്. അതിന് വേണ്ടി റിസർച്ച് ചെയ്യണം. ആ റിസർച്ചിന് വേണ്ടിയുള്ള ഓഫറാണ് ഞാൻ തന്നത്. അത് സാക്ഷാത്കരിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ. വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാനപ്പെട്ട കേന്ദ്ര മാനവശേഷി വികസന വകുപ്പ് മന്ത്രി അഹമ്മദ് സാഹിബ് അവർകളെ, വ്യവസായ IT വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവർകളെ, വ്യവസായ വകുപ്പ് മന്ത്രി അബ്ദുറബ് സാഹിബ് അവർകളെ, പഞ്ചായത്ത് സോഷ്യൽ വകുപ്പ് മന്ത്രി MK മുനീർ സാഹിബ് അവർകളെ, MK രാഘവൻ MP, KN ഖാദർ MLA, KP മജീദ് സാഹിബ്, MP വീരേന്ദ്രകുമാർ, PV അബ്ദുൽ വഹാബ് സാഹിബ്, PA ഇബ്രാഹിം ഹാജി, ശ്രീ യഹിയ തളങ്കര, ബഹുമാന്യനായ വൈസ് ചാൻസലർ, മറ്റ് സദസ്സിലെയും വേദിയിലെയും പ്രമുഖ വ്യക്തിത്വങ്ങളെ, കേരള സംസ്ഥാനത്തിൻ്റെയും മലബാറിൻ്റെയും വിദ്യാഭ്യാസ സാമൂഹിക പുരോഗതി തനതായ പങ്കുവഹിച്ച, സമൂഹത്തെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ബഹുമാന്യനായ CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ നാമധേയത്തിൽ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട
CH മുഹമ്മദ് കോയ ചെയർ ഫോർ സ്റ്റഡീസ് ഓൺ ഡെവലപ്പിംഗ് സൊസൈറ്റീസ് എന്ന ഈ ചെയറിൻ്റെ ഈ ഫംഗ്ഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അർപ്പിക്കുക എന്നതാണ് ഇനി അർപ്പിതമായ ചുമതല. കോഴിക്കോട് സർവകലാശാലയിൽ 8ാമത്തെ ചെയറായാണ് CH ചെയർ വരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിക് ചെയർ, ക്രിസ്ത്യൻ ചെയർ, EMS ചെയർ, ഗാന്ധിയൻ ചെയർ, മാരിടൈം ചെയർ, വൈക്കം മുഹമ്മദ് ബഷീർ ചെയർ, സനാതന ചർമ്മ ചെയർ, CH ചെയർ എന്ന 8 ചെയറുകൾ ഇവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഈ ചെയറിൻ്റെ ഉദ്ഘാടനത്തോടു കൂടി യൂണിവേഴ്സിറ്റിയുടെ വികാസത്തിൻ്റെയും വികസനത്തിൻ്റെയും 2ാമത്തെ അധ്യായം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ അറിയിക്കുകയാണ്. ബഹുമാന്യനായ വിദ്യാഭ്യാസ HRD സഹമന്ത്രി ബഹുമാന്യനായ E അഹമ്മദ് സാഹിബ്, അദ്ദേഹം അടുത്ത സർവകലാശാല സന്ദർശനത്തിൽ ഈ സർവകലാശാലയിലെ എല്ലാ ഫാക്കൽറ്റി മെമ്പർമാരെയും കാണുവാനും UGCയിൽ നിന്നും HRD വകുപ്പിൽ നിന്നും ഗവേഷണത്തിന് വേണ്ടി എല്ലാ അധ്യാപക ഫാക്കൽറ്റി മെമ്പർമാർക്കും തങ്ങളുടേതായ പങ്ക് ലഭിക്കുന്നതിന് വേണ്ടി ഒരു മീറ്റിംഗ് തന്നെ അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളതും, അതുകൊണ്ട് തന്നെ ഗവേഷണ രംഗത്ത് ഈ സർവകലാശാല അതിൻ്റെ പുരോഗതിയുടെ 2ാം കുതിപ്പിലേക്ക് കടക്കുകയാണ് എന്നുള്ളതും അറിയിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിച്ച ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, ഈ CH ചെയർ ഉദ്ഘാടനം ചെയ്ത ശ്രീ E അഹമ്മദ് സാഹിബ്, എൻഡോമെൻ്റ് സ്വീകരിച്ച ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഈ ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ച വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ അബ്ദുറബ്, ആശംസാ പ്രസംഗം നിർവഹിച്ച MK മുനീർ, അതുപോലെ തന്നെ ശ്രീ MK രാഘവൻ MP, KNA ഖാദർ MLA, KPA മജീദ് സാഹിബ്, PV അബ്ദുൽ വഹാബ് സാഹിബ്, PA ഇബ്രാഹിം ഹാജി, യഹിയ തളങ്കര എന്ന എല്ലാവർക്കും ഈ ചടങ്ങിൻ്റെ പേരിൽ ഹൃദ്യമായ നന്ദി അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്.